ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 34 സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഒരു ടീച്ചർ ഒരു ക്ലാസ്സിലേക്ക് ആദ്യമായി ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ ക്ലാസ്സിലെ കുട്ടികൾ സമർത്ഥരും IQ കൂടിയവരും ആണ് എന്ന റിപ്പോർട്ട് കിട്ടിയിരുന്നു. എന്നാൽ ക്ലാസ്സിലെത്തിയപ്പോൾ വളരെ വ്യത്യസ്ത അനുഭവമാണ് ഉണ്ടായത്. കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തവരും താൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരും അലസരുമായി കാണപ്പെട്ടു. ടീച്ചർ വിചാരിച്ചു തൻ്റെ ക്ലാസ് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കുട്ടികൾ പെരുമാറുന്നത് എന്ന്. ടീച്ചർ അവരെ പഠിപ്പിക്കുന്നതിന് പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചു. എല്ലാ വിഷയങ്ങളിലും അവർ നല്ല മാർക്ക് വാങ്ങുമ്പോൾ തൻ്റെ വിഷയത്തിന് മാർക്ക് കിട്ടിയില്ലെങ്കിൽ അത് തനിക്കൊരു അപമാനമാകും എന്ന് കരുതി പുതിയ മാർഗങ്ങൾ സ്വീകരിച്ച് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ക്രമേണ തൻ്റെ പ്രയത്നത്തിന് ഫലം കാണുവാൻ തുടങ്ങി. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ അവരെല്ലാവരും നല്ല മാർക്കോടെ വിജയിച്ചു. വാസ്തവത്തിൽ ടീച്ചറിന് ലഭിച്ച റിപ്പോർട്ട് തെറ്റായിരുന്നു. അവർ അലസരും IQ കുറഞ്ഞവരും ആയിരുന്നു. എന്നാൽ അവരെ മാറ്റിയെടുക്കുവാൻ ടീച്ചറിന് കഴിഞ്ഞു. മറിച്ച് അവരുടെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടായിരുന്നു കിട്ടിയിരുന്നത് എങ്കിൽ ടീച്ചർ അവർക്ക് വേണ്ടി അത്രയേറെ കഷ്ടപ്പെടുമായിരുന്നില്ല. അവർ സമർത്ഥരാകുവാൻ ഇടയാകുകയും ചെയ്യുകയില്ലായിരുന്നു. ഇത് എല്ലാവരുടെയും കാര്യത്തിൽ ശരിയാണ്. മറ്റുള്ളവരെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന വിനാശം വലിയതാണ്. എന്നാൽ മോശമായവരെക്കുറിച്ച് പോലും നല്ലത് പറയുവാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ശ്രേഷ്ഠമാണ്. ആരെക്കുറിച്ചെങ്കിലും മോശമായൊരു റിപ്പോർട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ അവരെക്കുറിച്ച് ഒരു നെഗറ്റീവ് ചിന്ത ഉടലെടുക്കുകയാണ്. അത് മാറ്റിയെടുക്കുവാൻ തക്കതായ കാരണങ്ങളുണ്ടാവണം. എന്നാൽ നല്ല റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇതേ പ്രകാരം ഒരു ശ്രേഷ്ഠമായ ചിന്തയാണ് നമ്മിൽ ഉടലെടുക്കുന്നത്. അപ്പോൾ അവരോടുള്ള നമ്മുടെ ഇടപെടലും തികഞ്ഞ ബഹുമാനത്തോടെയും ഏറ്റവും മാന്യമായ വിധത്തിലും ആയിരിക്കും. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നുപോകും എന്ന് നാം കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. സായിപ്പന്മാരെക്കുറിച്ച് എങ്ങനെയോ വളരെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുകയാണ്. അതിനാൽ അവരോട് മാന്യമായി മാത്രമേ പെരുമാറുവാൻ നമുക്ക് തോന്നുകയുള്ളൂ. അവരെ എതിർക്കണമെന്നോ അവരുടെ അഭിപ്രായത്തോട് വിയോജിക്കണമെന്നോ മറ്റോ നാം പ്ലാൻ ചെയ്തിട്ടുള്ള വിധം ചെയ്യുവാൻ കഴിയാതെ പോകുന്നു. ഇവിടെ മറ്റുള്ളവരെക്കുറിച്ച് ദോഷം പറയുന്നതിൻ്റെയും നീചമനോഭാവം പുലർത്തുന്നതിൻ്റെയും അപകടം വളരെ വ്യക്തമാണ്. മറിച്ച് അവരുടെ നന്മ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഉണ്ടാകുന്ന മഹത്വവും വെളിപ്പെടുന്നു. പക്ഷേ പൊതുവെ നമുക്കിഷ്ടം ദോഷമായത് പറഞ്ഞു വരുത്തുവാനാണ്. മറ്റുള്ളവരുടെ നന്മ പറയുന്നതിനേക്കാൾ എത്രയധികം ദോഷമാണ് നാം പറയുന്നത്. ഇക്കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവണം. മഹാത്മാഗാന്ധിയെ നാം എല്ലായ്പ്പോഴും ഓർക്കുന്നത് അദ്ദേഹം നല്ലത് മാത്രം ചിന്തിക്കുവാനും നല്ലത് മാത്രം പ്രവർത്തിക്കുവാനും നല്ലത് മാത്രം കേൾക്കുവാനും നല്ലത് മാത്രം പറയുവാനും ശ്രമിച്ചതുകൊണ്ടാണ്. അപ്രകാരം നമുക്കും നമ്മുടെ ജീവിതത്തെ സജ്ജമാക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുവാനും നല്ലത് മാത്രം പറയുവാനും ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ളവരുടെ നന്മകൾ കാണുവാൻ ദൈവമേ, ഓരോ ദിവസവും നീ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.